Hello, my dear friends. Today class we are going to learn the second chapter, that is the windows of knowledge. അപ്പോൾ ആദ്യം തന്നെ എന്താ തന്നിരിക്കുന്നത് പേപ്പർ എന്നുള്ള ഒരു കട്ടിംഗ് ആണ് അല്ലെ. എർത്ത്ക്വേക്ക് വിക്ടിംസ് റെസ്ക്യൂഡ്. എർത്ത്ക്വേക്കിൽ അകപ്പെട്ട ഭൂമികുലുക്കത്തിലൊക്കെ അകപ്പെട്ട ആൾക്കാരെ രക്ഷപ്പെടുത്തി. കാഠ്മണ്ഡു റെസ്ക്യൂഡ് വിക്ടിംസ് ഹു ഗോട്ട് ട്രാപ്ഡ് ഇൻ ദ കൊളാപ്സ്ഡ് ബിൽഡിംഗ്സ് ഡ്യൂ ടു എർത്ത്ക്വേക്ക് ഇൻ ദ ഈസ്റ്റേൺ റീജിയൻസ് ഓഫ് കാഠ്മണ്ഡു, ദ ക്യാപിറ്റൽ ഓഫ് നേപ്പാൾ. നമ്മളിത് വായിച്ചിട്ടുണ്ടാവും അല്ലെ, നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. കാഠ്മണ്ഡുവില് നേപ്പാളിലൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, എർത്തുക്കേക്ക് ഭൂമികുലുക്കവും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിന്റെ അടിയിൽ ബിൽഡിങ്സിന്റെ ഒക്കെ അടിയിൽ പെട്ട ആൾക്കാരെ രക്ഷിച്ചു. ദ റെസ്ക്യൂ ഓപ്പറേഷൻ വാസ് ഡിഫിക്കൽട്ട്. ഈ ദൗത്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണ്, മഴയും പിന്നെന്താ ഇൻസഫിഷ്യന്റ് ലൈറ്റ്, പ്രകാശം വേണ്ടോളം ഉണ്ടായിരുന്നില്ല. സ്പെഷ്യലി ട്രെയിൻ ഡോഗ്സ് ഹെൽപ്സ് ടു ഡിറ്റക്ട് ദ വിക്ടിംസ് ആൻഡ് സേവ് ദിയർ ലൈവ്സ് ഡ്യൂറിംഗ് ദ ക്രൈസിസ്. അപ്പൊ ഇതിന് നേതൃത്വം കൊടുത്തത് സ്പെഷ്യൽ ആയിട്ട് ട്രെയിൻ ചെയ്ത നായ്ക്കളായിരുന്നു അല്ലെ, ഡോഗ് സ്ക്വാഡ്സ്. അവരാണ് എന്ത് ഈ വിക്ടിം ഈ ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്തത്. ഡു യു നോട്ടീസ് ന്യൂസ്? നിങ്ങൾ ഈ ന്യൂസ് ശ്രദ്ധിച്ചിരുന്നോ? വൈ ആർ ദ ഡോഗ്സ് മോർ കേപ്പബിൾ ദാൻ human beings in tracking the injured? Because they are able to hear the lower sound also. They are able to hear. Number of receptors in the sense organ is different. അപ്പോൾ ഓരോ ഓർഗാൻസിലും എന്താണ്, ഓർഗാനിസത്തിലും സെൻസ് ഓർഗാൻസ് ഡിഫറെന്റ് ആണ്. A surface of a postage stamp is enough to arrange all the olfactory cells in the nose of a human being. But a large scarf is required to arrange the olfactory cells of the dog. These are the receptors being found in the ear. You might have understood that the number of receptors influence the efficiency of sound. അപ്പോൾ എത്രമാത്രം റിസെപ്റ്റേഴ്സ് ആണോ പ്രസന്റ്, അതാണ് എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുക, സെൻസ് ഓർഗൻസിന്റെ എഫിഷ്യൻസി ഇൻഫ്ലുവൻസ് ചെയ്യുക. There are different types of receptors in our sense organs to receive stimuli. അല്ലെ, നമ്മുടെ ഇതില് എന്താണ് ധാരാളം സെൻസ് ഓർഗൻസ് ഉണ്ട്. സ്റ്റിമുലൈ ഒക്കെ നേരത്തെ നമ്മൾ ബ്രെയിനിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഈ സ്റ്റിമുലസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു അല്ലെ. നെർവസ് സിസ്റ്റത്തിൽ റീച്ച് ചെയ്തിട്ടാണ് സ്റ്റിമുലസ് റീച്ച് ചെയ്യുക. So here also we are studying about the sense organs to receive the stimuli. Expand the table. That is, here are the sense organs, which are the eye, ear, nose, tongue, skin. And what are the receptors associated with it? For nose, we know that it is the receptor is olfactory receptor. Stimulus എന്താ മെയിൻ പ്രോപ്പർട്ടി എന്താണ്, olfactory receptorന്റെ സ്മെല്ല് അല്ലെ. അതുപോലെ ഐ എന്തിനാണ്, വിഷന് ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പൊ വിഷൻ മീൻസ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലൈറ്റ്, ഫോട്ടോ റിസെപ്റ്റേഴ്സ്. Then ear, it is a sense of hearing, audibility അല്ലെ, audibility. അപ്പൊ എന്താ, auditory receptors. അപ്പൊ സ്റ്റിമുലസ് സൗണ്ട്. ടങ് ആണെങ്കിലോ it is chemoreceptors. Various types of taste we are tasting using the tongue. Then skin, it is for tactile receptor. That is, we are able to sense touch അല്ലെ, പെയിൻ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. eye is a major organ that helps the brain to evoke sensation. അപ്പൊ ഏതാണ് ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, even if we are having all other parts, without eye the life will be terrible. Okay, അപ്പൊ eye ആണ് ഏത് മേജർ സെൻസ് ഓർഗൻ അല്ലെ. ബ്രെയിനിലേക്ക് പെട്ടെന്ന് സെൻസേഷൻ ഇവോക്ക് ചെയ്യണത് എന്താണ്, eye socket. അപ്പൊ here are the organs that is being present in the eye socket. Depressions in the skull അല്ലെ, സ്കള്ളില് രണ്ട് eye sockets ഉണ്ട്, ഗോളങ്ങൾ പോലെ. For what purpose? For keeping the ഐനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഐ സോക്കറ്റ് ഉള്ളത്. External eye muscles fix the eyeballs in the orbit. അപ്പൊ ഈ ഐന് ചുറ്റും എന്തുണ്ട്, ഐ മസിൽസ് ഉണ്ട്. അതാണ് ഐനെ കറക്റ്റ് പൊസിഷനിലേക്ക് തങ്ങിയിരിക്കാൻ സഹായിക്കുന്നത്. Eyebrow, eyelashes, eyelids, this all helps from the foreign particles being entering in our eye. Conjunctiva secretes mucus which protect the anterior portion of the eyeball from being dry. But conjunctiva main part, this portion is the conjunctiva. അപ്പൊ എന്താണ്, എപ്പോഴും ഡ്രൈ ആയിരിക്കുന്ന കണ്ണിനെ ഡ്രൈ ആയിരിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നത് കൺജക്റ്റീവയാണ്. Tears clean and lubricate the anterior part of the eyeball. അല്ലെ, ടീയേഴ്സിലൂടെ എന്താണ് എല്ലാ വേസ്റ്റ് പാർട്ടിക്കിൾസ് that is been sticking to the eyes will be thrown out.
Lysozyme, the enzyme present in the tears, destroy germs that enters the eyes. അപ്പൊ ഐയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു എൻസൈം ആണ് ലൈസോസൈം. ദാറ്റ് ഈസ് ദ മെയിൻ important function of it. It is to destroy the germs that is being enter the eye. പിന്നെന്താ, ഇതാണ് ഐയുടെ ഫിഗർ അല്ലെ. ഐയുടെ ഫിഗറിൽ നമുക്ക് എന്തൊക്കെ കാണാം? outer layer, that one is the sclera, then the inner layer choroid, innermost layer is the retina, yellow spot, yellow color shaded തന്നിട്ടുണ്ട്, അതിൽ yellow spot, optic nerve, പിന്നെ ഇത് blind spot. ഈ ഫിഗർ നോക്കിയിട്ട് ഇത് മനസ്സിലാക്കുക. പുറമേയുള്ള ഭാഗം sclera, then inside it is the choroid, the innermost layer it is the retina, yellow spot is being there, optic nerve, blind spot, then lens. This portion is the lens, pupil. We can we'll learn all the functions of this parts. Iris, cornea, ejected portion is cornea, conjunctiva. Layers of the eye. ഏതൊക്കെയാ layer? Sclera. Sclera എന്ന് പറയുന്നത് the E layer അല്ലേ, outermost layer. The white outer layer which gives firmness to the eyes. ദൃഢത കൊടുക്കുന്നത് എന്താണ്? സ്ക്ലീറയാണ്. Made up of connective tissues. ധാരാളം connective tissues കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ത്? സ്ക്ലീറ. Choroid, the middle layer which contain a number of blood vessels. Retina, the inner layer which has photoreceptors. അപ്പോൾ 3 important parts of the eye, it is sclera, choroid and retina. Sclera നമ്മൾ എന്താ പഠിച്ചത്? It is a white outermost layer അല്ലേ, വെള്ള കളറിലെ outermost layer ആണ്. and made up of ധാരാളം tissues, connective tissues കൊണ്ട് ഉണ്ടാക്കിയാണ്. Choroid means inner layer, middle layer, contain blood vessels. Then retina, it is the innermost layer which contain the photoreceptors. Then next is the cornea, the projected transparent anterior part of the sclera. Cornea, projected transparent anterior part അല്ലേ, ട്രാൻസ്പെറന്റ് ആയിരിക്കും നല്ല കാണാൻ പറ്റുക, which reflects the light rays to focus on the retina. The projected, അപ്പൊ ഇതിൽ നിന്ന് വരുന്നത് തന്നെയാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറഞ്ഞ outermost layer. So outermost layer, when it comes on the front side, that it is being projected transparent anterior part അല്ലെ, ഫ്രണ്ട് ഭാഗത്ത് പ്രൊജക്ട് ചെയ്തിട്ട് ആ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള anterior part that reflects light rays to focus on the retina. റെറ്റിനയിലേക്ക് ലൈറ്റ് പാസ് ചെയ്യണം, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോർണിയ എന്ന് പറയുക. The next portion is the iris, the part of the cornea seen behind the part of the choroid seen behind the cornea. അപ്പോൾ കൊറോയിഡിന്റെ പാർട്ട് seen behind the cornea. കോർണിയയുടെ പിന്നിലല്ലേ നമ്മൾ എന്ത് കണ്ടേ? കൊറോയിഡ് കണ്ടത് അല്ലേ. Presence of the pigment melanin gives iris a dark color. അപ്പോൾ മെലാനിന്റെ പ്രസൻസ് ആണ് എന്ത് കൊടുക്കുക? ഐറിസിന് ഒരു ഡാർക്ക് കളർ കൊടുക്കുക അല്ലെ. Choroid is seen behind the cornea. Yellow spot, a part of the retina where plenty of photoreceptors. അപ്പൊ ഈ ഭാഗത്ത് തന്നെ കൂടുതൽ photoreceptors ഏത് ഭാഗത്താ കാണുക? യെല്ലോ സ്പോട്ടിലാണ് കാണുക. It is the point of maximum visual clarity. Visual clarity കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ ഏതിലാണ്? യെല്ലോ സ്പോട്ടിലാണ്. അപ്പൊ നമ്മൾ ആദ്യം 3 layers പഠിച്ചു. ഏതൊക്കെയാ? സ്ക്ലീറ, കൊറോയിഡും റെറ്റിന. സ്ക്ലീറ പറയുന്നത് ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള വൈറ്റ് കളർ ലെയർ അല്ലെ, കണക്റ്റീവ് ടിഷ്യൂസ് ധാരാളമുണ്ട്. പിന്നെ നെക്സ്റ്റ് ഈസ് ദ കൊറോയിഡ്, ദാറ്റ് ഈസ് ദ മിഡിൽ ലെയർ വിച്ച് കണ്ടെയ്ൻസ് ബ്ലഡ് വെസൽസ്. പിന്നെ ഏതാ നോക്കിയ? റെറ്റീന, ദ ഇന്നർ ലെയർ അല്ലെ, ഉള്ളിലുള്ള ലെയർ വിച്ച് ഹാസ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് കമ്മിങ് ഇറ്റ് ഈസ് ദ സ്ക്ലീറയുടെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് കോർണിയ അല്ലെ, കണക്ട് ചെയ്തത്. ദ പ്രൊട്ടക്റ്റഡ്, അപ്പൊ കോർണിയ എന്ന് പറയുന്നത് എന്താണ്? സ്ക്ലീറയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ദ പ്രൊജക്റ്റഡ് ട്രാൻസ്പെറന്റ് പാർട്ട്, ആന്റീരിയർ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പാർട്ടാണ്. കാരണം എന്താ? ഈ റിഫ്രാക്റ്റഡ് ലൈറ്റ് എവിടെ ഫോക്കസ് ചെയ്യണം? റെറ്റീനയിലേക്ക് ഫോക്കസ് ചെയ്യണം. Then is the conjunctiva, the layer which covers and protects the in front of the sclera except the cornea. അപ്പോൾ the layer which covers സ്ക്ലീറയുടെ ഫ്രണ്ട് പാർട്ട് കവർ ചെയ്യണത് എന്താണ്? ദാറ്റ് ഈസ് കൺജക്റ്റീവ ആണ് അല്ലെ, എക്സെപ്റ്റ് ദ കോർണിയ. പിന്നെ കൊറോയിഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഐറിസ്, ഐറിസ് എവിടെയാ കാണുക? കൊറോയിഡ് സീൻ ബിഹൈൻഡ് ദ കോർണിയ, കോർണിയയുടെ ബിഹൈൻഡിലാണ് വാട്ട് വി ഹാവ് സീൻ? ഐറിസിനെ കാണുക അല്ലെ. പ്രസൻസ് ഓഫ് ദ പിഗ്മെന്റ് സീൻ ബിഹൈൻഡ് ദ കോർണിയ ആണ് എന്ത് കാണുക?
ഐറിസിന് നമ്മൾ കാണുന്നത്. പിന്നെ എന്താണ്, മെലാനിന്റെ പ്രസൻസ് ആണ് അത് എന്ത് ഇമ്പാർട്ട് ചെയ്യുക, ഡാർക്ക് കളർ ഇമ്പാർട്ട് ചെയ്യുക. ഓക്കെ. Then next is the yellow part, yellow spot. A part of the retina where plenty of photoreceptors. Yellow spot ൽ എന്താ കാണുക, കണ്ടമാനം photoreceptors നമ്മൾ കാണും അല്ലെ. അതാണ് എന്ത് കൊടുക്കുക, വിഷ്വൽ ക്ലാരിറ്റി കൊടുക്കണം എന്താണ്, ഈ photoreceptors ആണ്. Conjunctiva, the layer which covers and protects the front of the sclera. Conjunctiva ആണ് protect the front part of the sclera except the cornea. Pupil എന്ന് പറഞ്ഞത് aperture seen at the center of the iris അല്ലെ. ഐറിസിന്റെ സെന്ററിലാണ് എന്ത് കാണുന്നത്, പ്യൂപ്പിൾ കാണുക. The size of this aperture increases and decreases depending on the intensity of the light. അപ്പൊ ഇത് ഇൻക്രീസും ഡിക്രീസും ചെയ്യും. എന്തിന്റെ ബേസിസ്, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന്റെ ഇന്റൻസിറ്റിയുടെ ബേസിസിൽ എന്താവും, അത് ഇൻക്രീസും ഡിക്രീസും ചെയ്യും. Blind spot, the part of the retina from where the optic nerve begins. ബ്ലൈൻഡ് സ്പോട്ടിലാണ് എന്ത് സംഭവിക്കുക, ഒപ്റ്റിക് നെർവ് അല്ലെ, അതിന്റെ തൊട്ടടുത്ത ഭാഗം തന്നെയാണ് ഒപ്റ്റിക് നെർവ്. പാർട്ട് ഓഫ് ദ റെറ്റിന where the optic nerve begins. Here there is no vision as photoreceptor. വിഷൻ എപ്പോഴാണ്, വിഷൻ എങ്ങനെയാ സംഭവിക്കുക, ഫോട്ടോറിസെപ്റ്റേഴ്സ് പ്രസന്റ് ആണെങ്കിൽ മാത്രമാണ് വിഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫോട്ടോറിസെപ്റ്റേഴ്സ് എവിടെയുള്ളത്, യെല്ലോ സ്പോട്ടിലാണ് കണ്ടമാനം ഫോട്ടോറിസെപ്റ്റേഴ്സ് പ്രസന്റ് അല്ലെ. ബ്ലൈൻഡ് സ്പോട്ടിലാണെങ്കിൽ നോ ഫോട്ടോറിസെപ്റ്റേഴ്സ്, so no vision it is possible. Lens, elastic transparent convex lens connected to ciliary muscles by thread like ligaments. അതായത് ലെൻസ് എന്ന് പറയുമ്പോൾ ഇലാസ്റ്റിക് ട്രാൻസ്പെറന്റ് കോൺവെക്സ് ലെൻസ് അല്ലെ, ഇലാസ്റ്റിക് ആയിട്ടുള്ള ലെൻസുകൾ, കോൺവെക്സ് ലെൻസ് കണക്റ്റഡ് ടു സീലിയറി മസിൽസ്, കണക്റ്റഡ് ടു സീലിയറി മസിൽസ്, ഹൗ, ബൈ ത്രെഡ് ലൈക്ക് ലിഗമെന്റ്സ്. ഒപ്റ്റിക് നെർവ് transmits impulses from photoreceptors to the visual center in the brain. അപ്പൊ എന്താ ഇത് ക്യാരി ചെയ്യുക, ഇമ്പൾസ് അല്ലെ, ഫോട്ടോറിസെപ്റ്റേഴ്സ് ഇമ്പൾസ് ക്യാരി ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് എവിടേക്കാ റീച്ച് ചെയ്യുക, ബ്രെയിനിലേക്ക് റീച്ച് ചെയ്യും. സീലിയറി മസിൽസ്, സർക്കുലർ മസിൽസ് സീൻ അറൌണ്ട് ദ ലെൻസ് അല്ലെ, ലെൻസിന് ചുറ്റും കാണുന്ന സർക്കുലർ മസിൽസ് ആണ് എന്ത്, സീലിയറി മസിൽസ്. കോൺട്രാക്ഷൻ റിലാക്സേഷനും എന്തിലൂടെ നടക്കുന്നു, സീലിയറി മസിൽസിലൂടെയാണ് നടക്കുന്നത്. ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ, അപ്പൊ ഇതൊക്കെ ഹോൾഡ് ചെയ്യാൻ എന്ത്, ഐയിൽ certain ഫ്ലൂയിഡ്സ് വേണം അല്ലെ. എന്ത് ഫ്ലൂയിഡ്സ് ആ, aqueous humor and vitreous humor, the fluids in the eye. A water like fluid filled in the aqueous chamber between the lens and the cornea. അപ്പൊ ലെൻസിലും കോർണിയയിലും ഇടയിൽ എന്താണ്, വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് സ്പ്രെഡ് ആയി കിടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ്, ബ്ലഡിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അഗൈൻ ഇറ്റ് ഈസ് റീഅബ്സോർബ് ടു ദ ബ്ലഡ്, പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് നറിഷ്മെന്റ് ടു ദ ടിഷ്യൂ. നമ്മൾ ബ്രെയിനും പഠിച്ചു അല്ലെ, ഇതുപോലെ ടു ആൻഡ് ഫ്രോ സെൻസർ റിസീവ് ചെയ്യണതും പിന്നെ ആവശ്യമായ ന്യൂട്രിയൻസും പിന്നെന്തൊക്കെയാ ഓക്സിജനും ഐയിലേക്ക് റീച്ച് ചെയ്യണത് ഏതിലൂടെയാണ്, ഈ ഫ്ലൂയിഡിലൂടെയാണ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ബ്ലഡ് and in turn reaches the blood. Vitreous humor, jelly like substance seen in the vitreous chamber between the retina and the lens. റെറ്റിനയും ലെൻസിന്റെയും ഇടയിൽ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് നമ്മൾ കാണാറുണ്ട്. വിട്രസ് ചാമ്പർ, റെറ്റിന ആൻഡ് ലെൻസ് ഹെൽപ്സ് ഇൻ ദ മെയിൻറ്റെയിൻസ് ദ ഷേപ്പ് ഓഫ് ദ ഐ ഇല്ലേ, കണ്ണിന് ഷേപ്പ് കൊടുക്കുന്നത് എന്താണ്, വിട്രസ് ഹ്യൂമർ ആണ്. റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ, ലൈറ്റ് അല്ലെ, കണ്ടമാനം ലൈറ്റ് നമ്മൾ കണ്ണിലേക്ക് അടിക്കാൻ പറ്റില്ല, അപ്പൊ ഇറ്റ് ഹാസ് ടു ബി റെഗുലേറ്റഡ്. Entry of a large amount of light is harmful to the tissues of the eyes. Light, sharpness of the light, it will cause irritation to the eyes. Iris and aperture of at its center called pupil regulate the amount of light falling on the eye. അപ്പോൾ ഈ ലൈറ്റ് നമ്മളുടെ കണ്ണിലേക്ക് റീച്ച് ചെയ്യുകയാണെങ്കിലും അത് അകത്തേക്ക് പ്രവേശിക്കപ്പെടുന്നത് എന്തിന്റെ സഹായത്തിലാണ്, ഐറിസും പ്യൂപ്പിളുടെയും സഹായത്തിലാണ്. The description regarding the changes in the pupil in dim light and bright light and forms interference. Change in pupil in dim light. Change in pupil in dim light. See here. Change in pupil in bright light. Dim light ആവുമ്പോൾ നല്ല കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യും, ബ്രൈറ്റ് ലൈറ്റ് ആവുമ്പോൾ അത് കുറവ് മതി പ്യൂപ്പിളില്. Radial muscles contract, radial muscle contract, circular muscles it contract. Size of the pupil is regulated by the action of circular muscles radial muscles. അപ്പം പ്യൂപ്പിളുടെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാ, സർക്കുലർ മസിൽസും റേഡിയൽ മസിൽസ് ആണ്. When the radial muscles contract in dim light, size of the pupil increases. കോൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് എന്ത്, പ്യൂപ്പിളുടെ സൈസ് കൂടുക. പിന്നെ
when the circular muscles contract, size decreases. അപ്പോൾ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിൾ ഇൻക്രീസ് ചെയ്യും. അതുപോലെ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്യൂപ്പിൾ ഡിക്രീസ് ചെയ്യും. Amount of light, it is regulated according to the intensity of light. Formation of image. The curvature of the cornea and lens. കോർണിയയുടെയും ലെൻസിന്റെയും കർവേച്ചർ ആണ് എന്ത്? ലൈറ്റ് റേസ് റിഫ്ലക്ട് ഫ്രം ആൻ ഒബ്ജക്ട് ഗെറ്റ് ഫോക്കസ്. റെറ്റിനയിലേക്ക് എങ്ങനെയോ അത് ഫോക്കസ് ചെയ്യപ്പെടുന്നത്? ഇറ്റ് ഈസ് ത്രൂ ദ ഹെൽപ്പ് ഓഫ് ദ കോർണിയ ആൻഡ് ദ ലെൻസ്. We can see nearby and distant objects clearly. This is because the focal length of the lens can be adjusted according to the distance. അതായത് ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക? ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് അല്ലേ, അതിന്റെ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. While viewing distant objects, that is the ciliary muscle it is given, then ligaments and lens. Ciliary muscles, lens and ligaments. While viewing nearby objects and while viewing distant objects. Nearby object ആവുമ്പോൾ കോൺട്രാക്ട് ചെയ്യും, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആവുമ്പോൾ റിലാക്സ് ചെയ്യും അല്ലേ. Ciliary muscles contract by viewing nearby objects and relax when viewing distant objects. Ligaments relax, ligaments stretch, curvature of lens and focal length. The ability of to adjust the focal length, it is by changing its curvature in according to the distance of the object from the eye and from the image on the retina. It is called power of accommodation of the eye. This one it is important, that is power of accommodation of the eye എന്ന് പറയുന്നത് എന്താണ്? ഐന്റെ കഴിവ് അല്ലെ, ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് അതെങ്ങനെ ചേഞ്ച് ചെയ്യാം? ബൈ ചേഞ്ചിങ് ദ കർവേച്ചർ, ഇറ്റ്സ് കർവേച്ചർ ഇൻ അക്കോർഡിംഗ് ടു ദ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ത്? ഒബ്ജക്റ്റിന്റെ ദൂരവും ഫ്രം ദ ഇമേജ് ഓഫ് ദ റെറ്റീന അല്ലെ, റെറ്റീനയിൽ നിന്നും ആ ഇമേജിലേക്കുള്ള ദൂരം അഡ്ജസ്റ്റ് ചെയ്ത്, കണ്ണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത്? പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദ ഐ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. The curvature of the lens we have to write, a focal length also we have to write. Two only given. The ciliary muscles contract when nearby objects, distant object ആവുമ്പോൾ റിലാക്സ് ചെയ്യും, ligaments റിലാക്സ്, ligaments സ്ട്രെച്ച്. അപ്പൊ ഐയുടെ കഴിവ് എന്താണ്? ഒരു ഒബ്ജക്റ്റ് കാണുകയാണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്ത് അല്ലെ, ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ ഇൻ അക്കോർഡൻസ് അല്ലെ, കർവേച്ചർ ചേഞ്ച് ചെയ്യുക, എന്ത്? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് വെച്ചിട്ട് കർവേച്ചർ റീച്ച് ചെയ്യുക, so that the image can reach the retina. That is the power of accommodation of the eye. Retina and photoreceptors. Photoreceptors are present in the retina. Rod cells and cone cells are the photoreceptors. അപ്പോൾ റോഡ് സെൽസും കോൺ സെൽസും ആണ് എന്ത്? ഫോട്ടോറിസെപ്റ്റേഴ്സ് അല്ലെ, റെറ്റിനയിലുള്ള ഫോട്ടോറിസെപ്റ്റേഴ്സ്. പിന്നെന്താ? Rod cells, cone cells are the photoreceptors. Retina. Rod cells are more in number than cone cells. അപ്പോൾ rod cells ആണ് കൂടുതൽ നമ്പർ അല്ലെ കോൺ സെൽസിനെ കാട്ടിയും. Relate the shape of photoreceptors with their name. Rod cells contain the visual pigment called rhodopsin. അപ്പോൾ rod cellsൽ എന്താ ഉള്ളത്? വിഷ്വൽ പിഗ്മെന്റ് ഉണ്ട് അല്ലെ, അതിന് എന്താ പറയാ? റോഡോപ്സിൻ എന്ന് പറയും. This pigment is formed from a protein named opsin. അപ്പോൾ ഈ പിഗ്മെന്റ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഒരു പ്രോട്ടീൻ named opsin and retinal which is a derivative of vitamin A. The retinal എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് വിറ്റമിൻ എ ആണ്. Since they are activated even in dim light, we are able to see objects in dim light. അതായത് ഡിം ലൈറ്റിലും അത് ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ്? അതിനെ കാണാൻ പറ്റും അല്ലെ. We are able to see the objects. നമുക്ക് ആ ഒബ്ജക്ട്സിനെ കാണാൻ പറ്റും, ഡിം ലൈറ്റിലും ആ ഒബ്ജക്ട്സിനെ കാണാൻ പറ്റും. These cells cannot detect color. ഇതിനെന്താണ്? കളർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ റോഡ് സെൽസിന് എന്തുണ്ട്? റോഡോപ്സിൻ ഉണ്ട് അല്ലെ. അതെങ്ങനെയാ ഫോം ചെയ്യണത്? A protein named opsin, that is rhodopsin means opsin, it is a protein, and retinal which is a derivative. എന്തിന്റെ I itself is a highly rich in vitamin A. Activated even in dim light, we are not able to see objects in dim light. These cells cannot detect color അല്ലെ. റോഡ് സെൽസിന് കളർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ കോൺ സെൽസിന് എന്താണ്? കളർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കോൺ സെൽസിന് എന്ത് പിഗ്മെന്റ് ഉള്ളത്? ഫോട്ടോപ്സിൻ ഉണ്ട് അല്ലെ, ഫോട്ടോപ്സിൻ. റോഡ് സെൽസിന് റോഡോപ്സിൻ, കോൺ സെൽസില് ഫോട്ടോപ്സിൻ. It is also called iodopsin.
Iodospin. This pigment is also composed of opsin and retinal. ആ pigmentil എന്തുണ്ട്? ഓപ്സിനും റെറ്റിനാലും ഉണ്ട്. There are 3 types of cone cells in our eyes. It helps us to detect 3 primary colors. 3 തരത്തിലുള്ള cone cells ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? Primary colors അല്ല 3 type of cone cells. ഏതൊക്കെ? Red, green and blue. അതാണ് എന്ത്? Primary colors. 3 primary colors is red, blue and green. It is due to a difference in amino acid in the opsin molecule. So cone cells provide us with a color vision. Pigment പറയുമ്പോൾ റോഡ് സെൽസ് റോഡാപ്സിൻസ് കോൺ സെൽസ് അയഡോസ്പിൻ പിന്നെന്താണ് പ്രോട്ടീൻ നെയ്മഡ് ഓപ്സ്പിൻ and they cannot detect the color. Here the color can be detected because they are having the 3 primary colors red, green and blue. Chemistry of vision. How are impulses formed in photoreceptors to make vision possible? അതായത് റോഡോപ്സിന് ലൈറ്റിന്റെ സഹായത്താൽ എന്ത് ഫോം ചെയ്യും? റെറ്റിനാളും ഓപ്സിനും അല്ലെ? ഫോട്ടോസ്പിൻ ആണെങ്കിലും റെറ്റിനാളും ഓപ്സ്പിനും. The presence of light, the pigment present in photoreceptors dissociate അല്ലെ? ലൈറ്റിന്റെ സഹായത്തോടു കൂടി ഈ പിഗ്മെന്റ്സ് എന്ത് ചെയ്യും? ഫോട്ടോറിസെപ്റ്റേഴ്സിലുള്ള പിഗ്മെന്റ് ഡിസോസിയേറ്റ് ചെയ്യും. The chemical change lead to the formation of impulse. ഈ കെമിക്കൽ ചേഞ്ച് ആണ് എന്ത്? ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുക. are transmitted to the cerebrum through optic nerves and this enables vision അല്ലെ? അത് ഏത് കൂടിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യണത്? ഒപ്റ്റിക് നെർവ് കൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് വിഷന് സഹായിക്കും. Indicators, factors present in the visual pigments. Formation of impulses in photoreceptors, sense of light. Complete the sense of light. നമ്മൾ ഇത്രയും പഠിച്ചില്ലേ? റോഡോപ്സിൻ, അയോഡോപ്സിൻ അതിന്റെയൊക്കെ സഹായത്തോടു കൂടി ലൈറ്റ് എൻറ്റർ ചെയ്യുമ്പോൾ അല്ലെ, ലെൻസിൽ എൻറ്റർ ചെയ്തിട്ട് ആ ഒരു പ്രോസസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. Binocular vision. Are in the 2 images of the same object formed in 2 eyes, but only we see only one image of the object. How does this happen? Optic nerve that enables the vision. The presence of light, അല്ലെ? Pigment present in photoreceptors dissociate. Chemicals and the impulse, ആ impulse എവിടേക്കാ എത്തുക? സെറിബ്രത്തിലേക്ക് എത്തും അല്ലെ? Through the optic nerves and enables the vision. Images from 2 sides of the same object are formed in the left and right side. When the 2 images combined, that is as a result of the activity of the brain, a 3-dimensional രണ്ട് ഇമേജ് കമ്പൈൻ ചെയ്യുമ്പോൾ എന്തിലൂടെ? ബ്രെയിൻ്റെ ആക്ടിവിറ്റിയിലൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 3-dimensional ഒബ്ജക്റ്റ് കിട്ടും. That is the binocular vision. Eye defects and diseases. Eye defects, myopia, hypermetropia, പിന്നെ night blindness, ഇതൊക്കെ eye disease ആണ്. Night blindness. We have studied that the retinal, a part of the visual pigment, it is derived from vitamin A. അപ്പോൾ റെറ്റിനാൽ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ പിഗ്മെന്റ് ആണ് അല്ലെ? വിഷ്വൽ പിഗ്മെന്റ്. അത് ഏതിൽ നിന്നും നമുക്ക് ലഭിച്ചതാണ്? വിറ്റാമിൻ എയിൽ നിന്ന് ലഭിച്ചതാണ്. അപ്പൊ the deficiency of vitamin lead to the low production of retinal. അപ്പൊ വിറ്റാമിൻ എന്റെ ഇൻസഫിഷ്യൻസി എന്ത് റിസൾട്ട് ചെയ്യും? റെറ്റിനാളുടെ പ്രൊഡക്ഷൻ കുറയും. This in turn prevent the resynthesis of rhodopsin അല്ലെ? Prevent the resynthesis, that is resynthesis of rhodopsin, it will prevent. In this condition, objects cannot be seen clearly in dim light. Objects ne namakku clear aayittu dim light il kaanan pattilla, and this disease is called the night blindness. Serophthalmia. If there is a prolonged deficiency of vitamin A, conjunctiva and cornea become dry and opaque. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. റെറ്റിനാൽ എന്നുള്ള ഒരു പിഗ്മെന്റ് അല്ലെ? അത് ഏതിൽ നിന്നാണ് ലഭിച്ചത്? വിറ്റാമിൻ എയിൽ നിന്നാണ് ലഭിച്ചത്. അപ്പൊ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ആണ് ലോ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനാൽ റിസൾട്ട് ചെയ്യുക. ഇൻ ദിസ് ഇൻ ടേൺ പ്രിവെന്റ് ദ റീസിന്തസിസ് ഓഫ് റോഡോപ്സിൻ. റോഡോപ്സിന്റെ റീസിന്തസിസ് തന്നെ അത് പ്രിവെന്റ് ചെയ്യും. This can be it cannot be seen clearly in dim light. അപ്പൊ എന്താണ്? വിഷൻ ഡിം ലൈറ്റിൽ കാണാൻ പറ്റില്ല. It results in night blindness. Serophthalmia. If there is a prolonged deficiency of vitamin A, the conjunctiva and cornea become dry and opaque. This causes serophthalmia and ultimately lead to blindness. അതായത് സെറോഫ്താൽമിയ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്?
വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ്. കൺജക്റ്റീവയും കൊറോണയും അല്ലെ, കൺജക്റ്റീവയുടെ മെയിൻ പ്രോപ്പർട്ടി തന്നെ എന്തായിരുന്നു? ഈ ഡ്രൈനെസ് അവോയ്ഡ് ചെയ്യുക അല്ലെ. അപ്പൊ കൺജക്റ്റീവ് കുറയും, ഡ്രൈ ആവും, ഒപ്പേക്ക് ആവും ചെയ്യുമ്പോൾ എന്ത് സെറോഫ്താൽമിയ ലീഡ് ടു ബ്ലൈൻഡ്നെസ്, ഒന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ സംഭവിക്കുക. You are aware the retina contain cone cells which can detect എന്തൊക്കെ കളറാണ്? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ. Some person cannot distinguish green and red color due to the defect of the cone cells. അപ്പോൾ കോൺ സെൽസിൽ ചില ഡിഫക്റ്റ് ഉള്ളത് കണ്ട് ഗ്രീനും റെഡ് കളറും ചിലവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആ കണ്ടീഷനെയാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുക. Are selected for military and like a driver pilot because red and green നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽസ് they cannot follow. Glaucoma, it is a condition. Aqueous humor is the fluid which nourishes. നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, കണ്ണിലുള്ള ഫ്ലൂയിഡ്സിനെ കൺട്രോൾ ചെയ്യുന്നത് aqueous humor ആണ്. അതെന്താണ്? nourishes the tissues in the eyes. If the reabsorption of aqueous humor, അത് റീഅബ്സോർബ് ചെയ്യണ കഴിവ് കണ്ണിന് നഷ്ടമാവുമ്പോൾ പ്രഷർ ഇൻസൈഡ് ദ ഐ അല്ലെ, കണ്ണിൽ എന്ത് സംഭവിക്കും? പ്രഷർ കൂടും. This caused damage to the retina and the photoreceptor cells. റെറ്റിനയ്ക്കും ഫോട്ടോറിസെപ്റ്റർ സെൽസിനും ഡാമേജ് ഉണ്ടാക്കിയിട്ട് അൾട്ടിമേറ്റ്ലി ലീഡ് ടു ബ്ലൈൻഡ്നെസ്. ദിസ് ഡിഫക്റ്റ്, ആ ഒരു ഡിഫക്റ്റിനെയാണ് ഗ്ലൗക്കോമ. ഗ്ലൗക്കോമ എന്തുകൊണ്ട് മൂലം സംഭവിക്കുന്നു? ദാറ്റ് ഈസ് അക്യൂഷ്യസ് ഹ്യൂമർ ഫ്ലൂയിഡിൻ മൂലമാണ് സംഭവിക്കുന്നത്. റീഅബ്സോർപ്ഷൻ നടക്കുന്നില്ല. ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ആൻഡ് ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻസൈഡ് ദ ഐ. അപ്പൊ എന്താ സംഭവിക്കുക? ഡാമേജ് ടു ദ ഐ റെറ്റിന ആൻഡ് ഡാമേജ് ടു ദ റെറ്റിന ആൻഡ് ഫോട്ടോറിസെപ്റ്റർ സെൽസ്. Cataract, it is a condition in which the lens of the eyes become opaque, resulting in blindness. അപ്പൊ കാറ്ററാക്ട് എന്നുള്ള കണ്ടീഷനിൽ എന്താ സംഭവിക്കുക? ഐയുടെ ലെൻസ് ഒപ്പേക്ക് ആയിട്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, ബ്ലൈൻഡ്നെസ് റിസൾട്ട് ചെയ്യും. ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ റീപ്ലേസിംഗ് ദ ലെൻസ് അല്ലെ. അത് പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ലെൻസ് റീപ്ലേസ് ചെയ്യുക ബൈ ആർട്ടിഫിഷ്യൽ വൺ ത്രൂ സർജറി. അപ്പൊ കാറ്ററാക്ട് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് lens opaque ആവും, leading to blindness. Conjunctivitis, it is an infection of the conjunctiva. കൺജക്റ്റീവിലേക്ക് സംഭവിക്കുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുക. ഇതിന്റെ മെയിൻ കോഷേറ്റീവ് ഓർഗാനിസം ഈസ് ബാക്ടീരിയ, വൈറസ്. എങ്ങനെയാ സ്പ്രെഡ് ചെയ്യണ? ഇറ്റ് ഈസ് ത്രൂ കോണ്ടാക്ട് അല്ലെ. പേഴ്സണൽ ഹൈജീൻ ആണ് ഇമ്പോർട്ടന്റ്. ത്രൂ കോണ്ടാക്റ്റിലൂടെയാണ് കൺജക്റ്റിവൈറ്റിസ് form through bacteria, virus, etc. Protection of eyes taken to ensure the health of the eyes. The problem of the eyes caused by excessive use of cell phone, computer vision syndrome. Headache are a major symptom. During the drying of the eye, high pressure in the eye are the other symptoms. Make your eye see this world even after death. Eye donation, life donation. So you should donate the eye before you donate the eye, and you should sign it. Okay, observe the poster, eye donation, collecting data and present it in the class. Next coming it is the ear. Auditory receptors are present in the ear. Ear not only help us hearing but also maintaining. അപ്പൊ ഇയർ എന്ന് പറയുന്നത് എന്താണ്? അത് കേൾക്കാൻ മാത്രമുള്ളതല്ല, പിന്നെ നമ്മുടെ ബാലൻസ്, ബോഡി ബാലൻസ് തന്നെ കീപ്പ് അപ്പ് ചെയ്യണത് ഇയറുടെ സഹായത്തോട് കൂടിയിട്ടാണ്. ഏതൊക്കെയാ മെയിൻ പാർട്സ്? എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. അപ്പൊ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. Then coming to the external ear parts, pinna, that is carry sound waves to the auditory canal. പിന്നെയാണ് എന്ത് ക്യാരി ചെയ്യുക? സൗണ്ട് വേവ്സ് ഓഡിറ്ററി കനാലിലേക്ക് റീച്ച് ചെയ്യണം. റീച്ച് ചെയ്യണത് പിന്ന വഴിയാണ്. Then auditory canal carry the sound waves to the tympanum. Sound waves ടിംബാനത്തിലേക്ക് റീച്ച് ചെയ്യണത് ഓഡിറ്ററി കനാൽ വഴിയാണ്. Small hairs and wax present inside the canal help to prevent dust and foreign particles from entering the ear. Tympanum, it is the thin circular membrane that separates the middle ear from the external ear. It vibrates in resonance with the sound waves. അപ്പൊ പിന്നീട് ഡ്യൂട്ടി എന്ന് പറയുന്നത് carry the sound waves to the ഓഡിറ്ററി കനാലിലേക്ക്. പിന്നെ ഓഡിറ്ററി കനാലോ, അതെന്താണ്? സൗണ്ട് വേവ്സ് തിമ്പാനത്തിലേക്ക് റീച്ച് ചെയ്യണത് ഓഡിറ്ററി കനാൽ വഴിയാണ്. സ്മോൾ ഹെയർസും വാക്സും ഒക്കെ പ്രസന്റ് ആണ്. അതെന്താണ്? ഫോറിൻ പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യാതിരിക്കാനും help to prevent the dust and foreign particles that is being entering the ear.
Tympanum, it is a thin circular portion. Circular membrane that separates middle ear and external ear separate the tympanum. It is the circular membrane. Middle ear. It is been classified into three types, that is malus, incus and stapes. Ear ossicles amplify and transmit the vibration of the tympanum, that is amplifies and oscillates. Amplify and transmit the vibration of the tympanum to the internal ear. Eustachian tube connect the middle ear and the pharynx. Middle ear, it is including the parts are the malleus, incus and the stapes. Ear ossicles, that is amplify and transmit the vibration of the tympanum to the internal ear. അപ്പോൾ തിമ്പാനത്തിലേക്ക് വരുന്ന വൈബ്രേഷൻ ഇതിലെ എവിടേക്കാ റീച്ച് ചെയ്യുക? ഇന്റേണൽ ഇയറിലേക്ക് റീച്ച് ചെയ്യും. യൂസ്റ്റേഷ്യൻ ട്യൂബ് കണക്ട് ദ മിഡിൽ ഇയർ ആൻഡ് ദ ഫാരിങ്സ് അല്ലെ, ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്താണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. പ്രൊട്ടക്ട് ദ ടിംപാനം ബൈ ബാലൻസിങ് പ്രഷർ ഓൺ ഐദർ സൈഡ് ഓഫ് ദ ടിംപാനം. അതായത് തിമ്പാനത്തിനെ എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്യണത്? By balancing the pressure on the either side of the tympanum. This one is the vesicular canals, vestibule, vestibular nerve, auditory nerve and cochlea. That is the snail-like portion is the cochlea. Internal ear is situated inside. Internal ear evade situated bony case. In the skull. Skullil a bony case ilana evade internal ear present ആയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? That is Barney Labyrinth. It is situated in the bony case, hence named Barney Labyrinth. In this bony case, there are membranous labyrinths as well. The space inside the membranous, other fluid filled with the fluid. Space enduvaittu filled endoleaf. Ullilulladonde endoleaf. The space between the membranous and the bony membranous is filled with a fluid called perilimb. അതിനെയാണ് perilimb എന്ന് പറയുക. Semivesicular canals, vestibule, cochlea are the main parts of the internal ear. The semivesicular canals and vestibule help in balancing the body. അപ്പോൾ ഇയർ ഹിയർ ചെയ്യാൻ മാത്രമല്ല, പിന്നെ എന്തിനു കൂടിയിട്ടാണ്? ബോഡി ബാലൻസ് ചെയ്യാൻ കൂടിയിട്ടാണ് ഇയർ ഹെൽപ്പ് ചെയ്യുക. Helps in hearing. How is hearing possible? That is, it consisted of three layers: upper chamber, middle chamber and the lower chamber. That is oval window. Membrane seen attached to the stapes. അല്ലെ, സ്റ്റേപ്പിസിന്റെ അടുത്തായിട്ടാണ് ഈ മെംബ്രെയിൻ കാണപ്പെടുന്നത്. It spreads the vibration of ear ossicles to the inner ear. അപ്പോൾ വൈബ്രേഷൻ എവിടേക്കാണ് സ്പ്രെഡ് ചെയ്യണത്? ഓസിക്കിൾസിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഇന്നർ ഇയറിലേക്ക് പാസ് ചെയ്യും. Round window help in the movement of fluid inside the cochlea. അല്ലെ, ഫ്ലൂയിഡിനെ കോക്ലിയയുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് ഈ റൗണ്ട് വിൻഡോ ആണ്. Cochlea, it is a coil-like tube, like a snail shell. അല്ലെ, ഒച്ചിന്റെ ഒച്ചു പോലെയാണ് ഇത് കോക്ലിയയുടെ ഭാഗം. കോയിൽഡ് ട്യൂബ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ചേമ്പേഴ്സ്. 3 ചേമ്പർ ഉണ്ട് അല്ലെ. സ്പെഷ്യലൈസ്ഡ് സെൻസറി ഹെയർ സെൽസ് വിച്ച് ആർ പ്രസന്റ് ഇൻ ദ ബേസിലർ മെംബ്രെയിൻ. അപ്പൊ ഹെയർ സെൽസ് എവിടെയാണ്? മെംബ്രെയിനിലാണ് പ്രസന്റ്. അതാണ് എന്ത് സെപ്പറേറ്റ് ചെയ്യുക? മിഡിൽ ആൻഡ് ലോവർ ചേമ്പേഴ്സിന് സെപ്പറേറ്റ് ആൻഡ് ഫംഗ്ഷൻ ആസ് ഓഡിറ്ററി റിസെപ്റ്റേഴ്സ്. Auditory receptors are ears. The vesicular membrane and sensory hair cells together constitute the organ of Corti. Vesicular membrane um sensory hair cells ആണ് എന്ത് constitute ചെയ്യുക? Organ of Corti constitute ചെയ്യുന്നത്. The sound waves which pass through the internal ear vibrate the tympanum. അപ്പോൾ sound waves external earൽ നിന്നും ഉള്ളിലേക്ക് അല്ലെ വൈബ്രേഷനിലൂടെയാണ് പാസ് ചെയ്യുന്നത്, തിമ്പാനത്തിലേക്ക് റീച്ച് ചെയ്യും. The vibration is transmitted to the ear ossicles, which causes the vibration of the membrane to the oval window. Ear ossicles reach ചെയ്തിട്ട് എവിടേക്ക് പോകും? ഓവൽ വിൻഡോയിലേക്ക് റീച്ച് ചെയ്യും. Vibration further cause the movement of fluid inside the cochlea. As a result, the sensory hair cells of the organ of Corti of the cochlea stimulated and hair cells ധാരാളമായിട്ട് ഇയറിൽ പ്രസന്റ് ആണ് അല്ലെ, which helps in the movement of the sound. Corti to the cochlea and stimulated impulse generated. The impulse reaches the cerebrum. Impulse cerebrത്തിലേക്ക് reach ചെയ്തത് through the auditory nerve and hearing is affected. Ear and body balancing. അപ്പോൾ ഇയർ നമ്മൾ എന്താ പഠിച്ചത്? ഹിയറിംഗ് മാത്രമല്ല ബോഡി ബാലൻസിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. How? That is, body balance is maintained in accordance with the movement of the head. നമ്മുടെ ഹെഡിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് ബോഡി ബാലൻസ് ചെയ്യുക. Movement of the head bring about the movement of the endolimb present inside the vestibule. അപ്പോൾ ഹെഡിന്റെ മൂവ്മെന്റ് എന്തൊക്കെ കോസ് ചെയ്യും? എൻഡോലിംബിന്റെ മൂവ്മെന്റിനും പോസിബിൾ ആവും, which in turn
present in the vestibule and the semicircular canals. This causes movement of the sensory hair cells. Then the cause sensory hair cells in a movement possible and generate impulses. These impulses are transmitted by the vestibular nerves to the cerebrum. Appo impulse transmitted in the cause are transmitted by the vestibular nerves to the transmitted by the vestibular nerves to the cerebellum, and the equilibrium of the body is maintained. Hearing aid, deafness caused by the structural deformities of ears. കേൾക്കാൻ പറ്റാത്ത ഒരു ഇതാണ് എന്ത് ഡെഫ്നെസ്. ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് can be fitted to the ear. To detect taste, isn't taste one of the reasons for enjoying the food? Tongue it helps in the, because in tongue many taste receptors are being present. This portion is the papilla, then taste buds. Chemoreceptors, appo tongue il endha ullathu chemoreceptors aanu ullathu alle, and mouth and tongue help to detect taste, mainly on the surface of the tongue. Evade present surface, tongue inde surface ilana ee taste receptors present ചെയ്തിരിക്കുന്നത്. Projected structure on the surface of the tongue, adine ennu paraya papillae alle, projected structures ne nammal papillae ennu parayum. Parts seen on the papillae detect the taste, adinda taste buds. appo tongue ennu parayunnathu chemoreceptors aanu. അതിൽ ധാരാളം taste buds present ഉണ്ട്, and a papilla it is seen on the surface. Parts seen on the to detect the taste are the taste buds. Each taste buds are chemoreceptors that help to detect അല്ലേ. Taste buds എന്ന് പറയുന്നത് എന്താണ്? chemoreceptors ആണ്. എന്തിനാ സഹായിക്കുന്നത്? ടേസ്റ്റിനെ സഹായിക്കുക, to detect different പലതരം ടേസ്റ്റിനെ ടേസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ടങ്. Substances responsible to taste dissolve. എന്തിൽ dissolve ചെയ്യും? സലൈവയിലും stimulate receptors and generate impulses. We have discussed olfactory receptors in the beginning. The olfactory nerves, mucus glands. Mucus is being secreted by the mucus glands. Olfactory receptors, nasal cavity. Receptors in the skin. You might have seen visually impaired people reading braille. Braille libi പഠിച്ചിട്ട് വായിക്കാൻ കണ്ണ് കാണാത്ത ആൾക്കാർ, വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളവർ ബ്രെയിലി ലിപി പഠിച്ചിട്ട് അവർ റീഡ് ചെയ്യാറുണ്ട് ബൈ ദ ടച്ച് റിസെപ്റ്റേഴ്സ്. ടച്ച് റിസെപ്റ്റേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് പോസിബിൾ ആക്കുന്നത്. Touch receptors, this one is a pressure receptor, temperature receptor. Every receptors it is being present on the surface of the skin, that is pain receptor. Pain, cold, touch, pressure, temperature, every receptors are being present. Receptors in various organs. All the organs have mechanism to the surroundings. ഏതൊക്കെയാ? പ്ലനേരിയയില് ഐ സ്പോട്ട് അല്ലേ, എന്തിനു വേണ്ടിയിട്ടാ? ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാൻ. Then house fly, Omatidia, formed of thousands of small eyes. Omatidia എന്ന് പറയുമ്പോൾ small eyes ആണ്. Eye of consists of cluster of photoreceptors. അപ്പോൾ ഇൻസെക്ട്സിന്റെ ഐയിൽ എന്തുണ്ട്? കണ്ടമാനം photoreceptors present ആണ്. അതാണ് Omatidia. Lateral eye. There are receptors in the lateral body of either side of the body which help to detect the change in the balance of body. അപ്പോൾ ബോഡി ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണതാണ് the lateral line. Jacobson's organ. The aromatic particles that stick into the tongue of the snake reach Jacobson's organ seen on the roof of the mouth cavity. The olfactory receptors seen there get stimulated then. അപ്പോൾ സ്നേക്കിലുള്ളതാണ് ഈ Jacobson's organ. Recognize the surroundings which help the receptors present in the sense organs. അപ്പോൾ ഇതൊക്കെയാണ് types of sense organs we have studied, and their functions, their parts, everything in detail. If you are interested, please do like, share and subscribe my channel. Okay, thank you.